സർക്കാർ ഉണ്ടാക്കാൻ അവകാശമുന്നയിച്ച് ഇന്നലെ രാത്രിയാണ് നിതീഷ് കുമാറും സുശീൽ കുമാർ മോഡിയും ഗവർണർ കേസരിനാഥ് ത്രിപാഠിയെ കണ്ടത്. രാവിലെ പട്നയിൽ രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ കേസരിനാഥ് ത്രിപാഠി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. BJP കേന്ദ്ര നേതൃത്വത്തെ പ്രതിനിധീകരിച്ച് ആരോഗ്യമന്ത്രി JP നഡ്ഡ പങ്കെടുത്തു. ഇത് 6ാം തവണയാണ് നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാകുന്നത്. ബീഹാറിന്റെ വികസനത്തിനുള്ള തീരുമാനമെന്ന് നിതീഷ് പ്രതികരിച്ചു. BJPയിൽ നിന്ന് 14 പേർ മന്ത്രിമാരാകുമെന്ന സൂചനയാണുള്ളത്. മുൻ സർക്കാരുകളിൽ BJPക്ക് ലഭിച്ചിരുന്ന വകുപ്പുകളും നൽകും. മറ്റന്നാൾ വിശ്വാസ വോട്ട് തേടിയ ശേഷമായിരിക്കും മന്ത്രിസഭാ വികസനം. 132 MLA-മാരുടെ പിന്തുണയാണ് സഖ്യ സർക്കാർ അവകാശപ്പെടുന്നത്. അതിനിടെ ജനതാദൾ യുണൈറ്റഡിനുള്ളിൽ നിതീഷിന്റെ തീരുമാനത്തിനെതിരെ എതിർപ്പ് ശക്തമായി. രാജ്യസഭാ അംഗം അലി അൻവർ പരസ്യമായി തന്നെ രംഗത്തെത്തി. തന്റെ മനസാക്ഷിക്ക് ഈ നീക്കം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അലി അൻവർ പറഞ്ഞു. ദേശീയ അധ്യക്ഷൻ ശരത് യാദവ് പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. എന്നാൽ നിതീഷിന്റെ തീരുമാനത്തോട് അദ്ദേഹത്തിന് അതൃപ്തിയുണ്ടെന്ന് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിച്ചു. സംസ്ഥാന ഘടകങ്ങളിലും BJP സഖ്യത്തിനെതിരായ വികാരമാണുള്ളതെന്നാണ് റിപ്പോർട്ട്. മുഖ്യമന്ത്രിയായ നിതീഷിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ബീഹാറിന്റെ പുരോഗതിക്ക് വേണ്ടി യോജിച്ച് പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു. ഇന്നലെ വൈകിട്ട് 6:30 തുടങ്ങിയ അതിവേഗത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾക്കൊടുവിലാണ് അർദ്ധരാത്രിയോടെ ബീഹാറിൽ ജനതാദൾ യുണൈറ്റഡ് BJP സർക്കാരിന് വഴി തുറന്നത്. നിതീഷ് കുമാർ NDAയുടെ ഭാഗമാകുന്നത് പാർലമെന്റിന്റെ ഇരുസഭകളിലെ ശാക്തിക ചേരികളിലും പ്രതിഫലിക്കും. JDUവിന് കേന്ദ്രമന്ത്രിസഭയിലും പ്രതിനിധിയുണ്ടാകും. ബസന്ത്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.